വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെയും ഓയിലിന്റെയും ഡെയിലി അനാലിസിസ് നടത്താം. അതിനു വേണ്ടിയിട്ട് ആദ്യമായി എടുത്തിരിക്കുന്നത് ഗോൾഡിന്റെ ഡേ ചാർട്ടാണ്. ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. ഡയലിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നത് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ്. ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്ന ഒരു സപ്പോർട്ട് ഈ ഒരു ഏരിയയിലേക്കാണ് മാർക്ക് ചെയ്യുന്നത്. ഈ ഏരിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു ചെറിയൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട്. മുകളിലോട്ട് പോയി അവിടെ നിന്ന് കഴിഞ്ഞ 2 ദിവസമായിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് വരാനുള്ള ഒരു ചെറിയ ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ അതൊരു റീടെസ്റ്റ് ആവാനായിരിക്കും കൂടുതൽ സാധ്യത. എന്തായാലും നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിൽ പോയി കൂടുതൽ അനാലിസിസ് നടത്താം. ഇനി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിലിന്റെ വിക്കിനെയാണ് എടുക്കുന്നത്. നോക്കിയാൽ കാണാം മാർക്കറ്റ് അവിടെ നിന്ന് താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങിയിട്ട് പിറ്റത്തെ ദിവസം വീണ്ടും നന്നായി ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി. വീണ്ടും ഇന്നും മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് താഴോട്ടേക്ക് തന്നെ ഇറങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ സെല്ലേഴ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഏരിയനെ റെസിസ്റ്റൻസ് ഏരിയ ആയിട്ടാണ് എടുക്കുന്നത്. ഇനി ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് കഴിഞ്ഞ വീക്കിലിയിലും ഡെയിലിയിലും ഒക്കെ പറഞ്ഞൊരു ഏരിയ ആണ്. ഒരു 2700 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതിലുള്ളത് ഇംബാലൻസുകളാണ്. പ്രധാനമായ ഇംബാലൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഇംബാലൻസ് തൊട്ടടുത്തുണ്ടായിരുന്നു. അതിൽ വന്നിട്ട് മാർക്കറ്റ് ഒരു തവണ എടുത്തു പോയിട്ടുണ്ട്. രണ്ടാമത്തെ ദിവസം വീണ്ടും അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊരു നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ ഇംബാലൻസ് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി താഴോട്ട് വരുന്ന സമയത്ത് വീണ്ടും ഇംബാലൻസുകളുണ്ട്. ഒരു ഇംബാലൻസും കൂടി മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഈ ഏരിയയിൽ മാർക്ക് ചെയ്തിടുന്നുണ്ട്. തൽക്കാലം ഇത്രയാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇംബാലൻസുകൾ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കൂടുതൽ അനാലിസിസ് നടത്താം. അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളതെന്ന് നോക്കാം. ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ വരുന്നത് യൂറോയിൽ വരുന്നുണ്ട്, CPI മന്ത്ലി വരുന്നുണ്ട്, ജർമ്മൻ CPI മന്ത്ലിയാണ് വരുന്നത്. അതുപോലെ തന്നെ കാഡിന്റെ ബാങ്ക് ഹോളിഡേ ആണ്. മറ്റൊരു ന്യൂസ് വരുന്നത് ഫെഡ് ചെയർ പവലിന്റെ സ്പീച്ചാണ്. അത് വരുന്നത് ഇന്ത്യൻ സമയം 11:30-ക്കാണ്. അത് അത്യാവശ്യം മൊമെന്റ് കിട്ടാൻ സാധ്യതയുള്ള ഒരു ന്യൂസാണ്. അപ്പോൾ ആ ഒരു സമയത്ത് എല്ലാവരും നോക്കിയും കണ്ടും ട്രേഡ് എടുക്കാൻ ശ്രമിക്കാം. ട്രേഡ് എടുക്കുന്ന ആളുകൾ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് എടുക്കുക. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കൂടുതൽ അനാലിസിസ് നടത്താം. 1 ഡേയിൽ നിന്ന് നമ്മൾ 4 ഹവറിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. 4 ഹവറിലേക്ക് എത്തുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു നല്ലൊരു കൺസോൾട്ടേഷൻ ഏരിയ ആയിരുന്നു. ഇവിടെ നിന്ന് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തു മുകളിലോട്ട് പോയി ഇവിടെ ഒരു 1 ഡേയുടെ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇംബാലൻസ് വന്നിട്ട് 4 ഹവറിൽ വന്നിട്ട് എടുത്തിട്ടുണ്ട്. മാർക്കറ്റ് വീണ്ടും പോയി മുകളിലോട്ട് പോയി ഇവിടെ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഏരിയനെയാണ് ഇപ്പോൾ മാർക്കറ്റ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും 2700 ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഏരിയനെ നോട്ട് ചെയ്ത് വെക്കാം. ഇവിടെ ഇംബാലൻസ് ഉണ്ട്, പ്ലസ് അതിന് താഴെ നമുക്കൊരു സപ്പോർട്ടും കൂടി മാർക്ക് ചെയ്ത് വെക്കാം. ഇതൊരു 4 ഹവറിന്റെ സപ്പോർട്ടും കൂടിയാണ്. ഇനി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങിയ ഏരിയനെ റെസിസ്റ്റൻസ് ആയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്ത് വെക്കുന്നത്. ആ ഒരു ഏരിയ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ഡേയുടെ തന്നെ റെസിസ്റ്റൻസ് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 4 ഹവറിന് പ്രത്യേകിച്ച് ഇതൊന്നും ചെയ്യുന്നില്ല. 4 ഹവറിന് അഡീഷണൽ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സപ്പോർട്ടാണ്. പിന്നെ ഡേയുടെ ഒരു ഇംബാലൻസും അവിടെ ഉണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നോക്കിയതിന് ശേഷം മാത്രം നമുക്ക് ട്രേഡ് എടുക്കാൻ ശ്രമിക്കാം. ഇനി നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് 1 ഹവറിലേക്ക് പോവാം. 1 ഹവറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു താഴോട്ടേക്ക് വരാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. താഴോട്ടേക്ക് ഇറങ്ങി ഒരു സപ്പോർട്ട് എടുത്തു വീണ്ടും മുകളിലോട്ട് പോയതിന് ശേഷം ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് വീണ്ടും മാർക്കറ്റ് താഴോട്ടേക്ക് തന്നെയാണ് വരുന്നത്. അതായത് ഒരു ക്ലോസ് റേഞ്ചിൽ നിന്നിട്ടാണ് ഇപ്പോൾ മാർക്കറ്റ് കളിക്കുന്നത്. ഒരു ചെറിയ കൺസോൾട്ടേഷൻ തന്നു. ഈ റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയി മുകളിലേക്ക് ഒന്ന് ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി ഒരു കൺസോൾട്ടേഷനിലേക്ക് തന്നു. വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി മാർക്കറ്റ് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തു. അതായത് പ്രധാനപ്പെട്ട ഏരിയാസിലെല്ലാം മാർക്കറ്റ് ഇറങ്ങി സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അത് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയതിന് ശേഷം മാത്രം നമുക്ക് എടുക്കാൻ ശ്രമിക്കാം. അതിനു മുന്നേ ഇന്നത്തെ ഒരു സാധ്യത എന്ന് 1 ഹവറിലേക്ക് നോക്കുന്ന സമയത്ത് ഇന്നത്തെ സാധ്യത കൃത്യമായിട്ട് നമുക്ക് മോർണിംഗിൽ ഒരുപക്ഷെ മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കാം. പ്രത്യേകിച്ച് ഫെഡ് ചെയർ പവലിന്റെ സ്പീച്ച് ഉള്ളതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് മോർണിംഗ് സമയത്ത് നമുക്കൊരു കൺഫർമേഷനോട് കൂടി തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കാം. കൺഫർമേഷൻ കിട്ടിയില്ലെങ്കിൽ ട്രേഡ്റൂട്ടിന്റെ സ്ട്രാറ്റജി ഉണ്ട്. ട്രേഡ്റൂട്ടിന്റെ സ്ട്രാറ്റജി നോക്കി അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ ശ്രമിക്കാം.
എനിവേ ഇവിടെ നിന്ന് ഒരു സെൽ എൻട്രി എന്ന് പറയുന്നത് ഇപ്പോൾ കൃത്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റാത്തൊരു ഏരിയ ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു കൺസോളേഷൻ എടുക്കുന്നുണ്ട്. മാത്രമല്ല ഇതില് 4 ഹവറിന്റെ ഇംബാലൻസും ഉണ്ട്. ഈ കൺസോളേഷനിലേക്കോ ഇംബാലൻസിലോ വന്നിട്ട് ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു രീതിയിൽ നമുക്ക് കൺഫർമേഷൻ തരികയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി എടുക്കാം. ബൈ എൻട്രി വരുന്ന സമയത്ത് നോക്കുക 2700 ആയിരിക്കാം നിങ്ങൾക്ക് ടാർഗറ്റ് വരുന്നത്. കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ അതായത് ഈ ഏരിയയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി ഉണ്ട്. ബൈ എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഏരിയ സ്ട്രക്ചറൽ ബ്രേക്ക് ചെയ്തിരിക്കുന്ന ഏരിയ ആണ്. ചിലപ്പോൾ റീടെസ്റ്റ് ചെയ്യാൻ ഒരിക്കൽ കൂടി വരാനുള്ള സാധ്യതയുണ്ട്. എനിവേ ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ സെൽ എൻട്രി കൃത്യമായിട്ടൊരു എൻട്രി പോയിന്റ് നമുക്ക് ഇതുവരെ പറയാനായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തൊട്ടടുത്ത് ഒരു സപ്പോർട്ടും കിടക്കുന്നുണ്ട്. മുകളിൽ നിന്ന് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. ഇനി 50 മിനിറ്റ്സിലോ മറ്റോ പോകുന്ന സമയത്ത് വേണമെങ്കിൽ ഇതിൽ നിന്ന് ഇപ്പോൾ ഈ വരച്ച ഏരിയയിൽ നിന്നൊരു സെൽ എൻട്രി കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നമ്മൾ 50 മിനിറ്റ്സിലോട്ട് പോവാണ്. അപ്പോൾ അതിനു മുന്നേ ഇപ്പോൾ ഈ വരച്ച കുറച്ച് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യുന്നുണ്ട്. 50 മിനിറ്റ്സിലോട്ട് പോരുന്ന സമയത്ത് നല്ലൊരു കൺഫ്യൂഷണൽ ഏരിയയിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും 50 മിനിറ്റ്സിൽ പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് ഇപ്പോൾ മാർക്ക് ചെയ്ത് തരാം. ഇത് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. അവിടെ നിന്നിട്ട് മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ താഴോട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഇംബാലൻസിൽ വന്നിട്ട് വീണ്ടും റീടെസ്റ്റിന് വന്നിട്ട് മാർക്കറ്റ് നിൽക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 50 മിനിറ്റ്സിലോട്ട് നോക്കുന്ന സമയത്ത് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഒരു പക്ഷേ നമ്മുടെ ട്രേഡ് റൂട്ടിന്റെ സ്ട്രാറ്റജി വെച്ച് നോക്കുകയാണെങ്കിൽ ട്രേഡുകൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നിലവിൽ ട്രെൻഡ് ലൈനിന്റെ സ്ട്രാറ്റജി വെച്ച് നോക്കുന്ന സമയത്ത് ഒരു ട്രേഡ് ഓൾറെഡി വർക്ക് ആയിട്ടുണ്ട്. അത് മുകളിലോട്ട് പോയി ഏകദേശം ടാർഗറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് നോക്കുന്ന സമയത്ത് ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയും കാണുന്നുണ്ട്. പക്ഷേ ആ ഒരു ഓപ്പർച്യൂണിറ്റി പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ നിന്ന് കയറി വരികയാണെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് മുകളിലോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ താഴെ നിന്നുള്ളതായിരിക്കണം മിക്കതും നോക്കേണ്ടത്. നോക്കുന്ന സമയത്ത് എന്തെങ്കിലും അഡീഷണൽ കൺഫർമേഷൻ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കുക. അതുപോലെ തന്നെ ഹയർ ടൈം ഫ്രെയിമിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. എന്നിട്ട് മാത്രം സ്ട്രാറ്റജി അപ്ലൈ ചെയ്ത് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഇത്രയാണ് ഗോൾഡിന്റെ അനാലിസിസ് നടക്കുന്നത്. തൊട്ട് മുന്നേ പറഞ്ഞ പോലെ ഗോൾഡിന്റെ ഒരു സെല്ലിംഗ് പോയിന്റ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന കണ്ടീഷനിൽ നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്നാൽ ബൈ തൊട്ട് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്. എടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺഫർമേഷനോട് കൂടി മാത്രം എടുക്കുക. കൺഫർമേഷനെ കുറിച്ചിട്ടും എങ്ങനെ എടുക്കണമെന്നൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ കൂടി എല്ലാവരും സൂക്ഷിച്ചും കണ്ടും തന്നെ ഗോൾഡിന്റെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് US ഓയിൽ അതായത് ക്രൂഡ് ഓയിലിൽ പോയി നോക്കാം. US ഓയിലിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് പറയുന്ന പോലെ തന്നെ മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയിലാണ് നിൽക്കുന്നത്. അവിടെ നിന്നിട്ട് ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയി വീണ്ടും റെസിസ്റ്റൻസ് എടുത്ത് വീണ്ടും താഴോട്ടേക്ക് തന്നെ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് സപ്പോർട്ട് ഏരിയ റെസിസ്റ്റൻസ് ഡയൽ ആദ്യം മാർക്ക് ചെയ്യാം. എന്നിട്ട് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. ഇതൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. അവിടെ മാർക്കറ്റ് വന്ന് റെസിസ്റ്റൻസ് എടുത്ത് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടി വലുതാക്കി കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഡേ ചാർട്ടിൽ നോക്കുന്ന സമയത്ത് ഈ വരച്ചിരിക്കുന്ന ഏരിയയിൽ പറ്റി വീക്കിലി അനാലിസിസ് നടക്കുന്ന സമയത്തും അതുപോലെ ഡെയിലി അനാലിസിസ് നടത്തുന്ന സമയത്തും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ഇംബാലൻസിനെ കുറിച്ചിട്ട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഏരിയയിൽ നിന്ന് നമുക്കൊരു റിയാക്ഷൻ കിട്ടാം, താഴോട്ടേക്ക് കിട്ടാം എന്നുള്ളത്. മാർക്കറ്റ് താഴോട്ടേക്ക് തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇറങ്ങി വന്ന് കഴിഞ്ഞ ദിവസം അതായത് കഴിഞ്ഞ ഫ്രൈഡേ ഒരു പോസിറ്റീവ് ക്യാൻഡിലാണ് കാണിച്ചിരിക്കുന്നത്. പോസിറ്റീവ് ക്യാൻഡിൽ കാണിച്ചിട്ട് ഇന്ന് ഒരു ചെറിയൊരു ഇംബാലൻസിലേക്ക് മാർക്കറ്റ് വന്ന് ആ ഇംബാലൻസിനെ എടുത്തിട്ട് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇംബാലൻസിനെയും കൂടിയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഡയയുടെ ഇംബാലൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. തൊട്ട് മുകളിലും വേറൊരു ഇംബാലൻസും കൂടി ഉണ്ട്. അതും കൂടി എല്ലാവരും ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. ഇവിടെയും ഒരു ഇംബാലൻസ് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുന്നേ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഏരിയാസ് ഡയൽ മാർക്ക് ചെയ്യണുണ്ടോ എന്നുള്ളത് നോക്കാം. പ്രധാനപ്പെട്ട ഏരിയാസ് ഒന്ന് ഡയൽ മാർക്ക് ചെയ്യുന്നത് ഈ ഒരു ഇംബാലൻസിന്റെ മുകളിലുള്ള ഈ ഒരു ക്യാൻഡിലാണ്. ഒരുപക്ഷെ ഇങ്ങോട്ട് ഇറങ്ങുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് ഒരു റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. റിയാക്ഷൻ ആയിരിക്കും കൂടുതൽ എക്സ്പെക്ട് ചെയ്യേണ്ടത്. കാരണം ഇവിടെ നിന്ന് സപ്പോർട്ടാണ് ഇപ്പോൾ മാർക്കറ്റ് എടുത്ത് മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ സപ്പോർട്ടിന് ഒരു സപ്പോർട്ട് മുകളിലോട്ട് പോയതിന് ശേഷം പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്ന ഈ ഇംബാലൻസിൽ നിന്ന് ഒരുപക്ഷെ റിയാക്ഷൻ കിട്ടും. അപ്പോൾ ഒരു സെല്ല് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇത് ഡേ ക്യാൻഡലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലാണ് നമ്മുടെ ആക്ടിവിറ്റീസ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 ഹവറിലേക്ക് പോവാം.
ഫോർവേഡിലേക്ക് പോകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഇംബാലൻസ് കൃത്യമായിട്ട് മാർക്കറ്റ് അവിടെ നിന്ന് എടുത്തിട്ട് താഴോട്ടേക്ക് വരുന്നുണ്ട്. ഒരു സെൽ ഓപ്പർച്യൂണിറ്റി ഓൾറെഡി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാലത്ത് ഏർലി മോർണിംഗിലാണ് അവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഇനി താഴോട്ടേക്ക് ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. അറ്റ്ലീസ്റ്റ് ഈ ഒരു നേരത്തെ വരച്ച ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്യുമെന്നുള്ള പ്രതീക്ഷ നമുക്ക് വെക്കാം. എന്തായാലും അത് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് തന്നെ പോയിട്ട് നമുക്ക് കൺഫർമേഷൻ എടുക്കാം. ഫോർവേഡിലേക്ക് നോക്കുന്ന സമയത്ത് ഇന്നത്തെ ദിവസം ഇവിടെ നിന്നിട്ട് ഇവിടം വരെ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഒരു സെൽ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. എനിവേ ഫോർവേഡിന്റെ ക്യാൻഡിൽ ഇനിയും ക്ലോസ് ചെയ്യാൻ ഏകദേശം 2 മണിക്കൂറിന്റെ അടുത്തുണ്ട്. അപ്പോൾ ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക. ഒരു പോസിറ്റീവ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏരിയ, അതായത് മുകളിൽ വരച്ചിരിക്കുന്ന ഇംബാലൻസിൽ നിന്ന് റിയാക്ഷൻ കിട്ടും. അപ്പോൾ അവിടെ നിന്നൊരു സെൽ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടും. അപ്പോൾ അങ്ങനെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഫോർവേഡിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു സപ്പോർട്ട് ഏരിയ ആണ്. ഈ സപ്പോർട്ട് ഏരിയനെ ചിലപ്പോൾ ഒരുപക്ഷെ ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് മുകളിലേക്ക് പോവുക. ബ്രേക്ക് മുകളിലോട്ട് പോവുകയാണെങ്കിൽ തൊട്ട് താഴെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ, ക്യാൻഡിൽ റിജക്ഷൻ തന്ന ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയനെ മാർക്ക് ചെയ്യുന്നുണ്ട്. സപ്പോർട്ടായിട്ട് തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട്. നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെയുള്ള ഏരിയാസ് എല്ലാം വരുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം മാർക്കറ്റ് ഒരുപക്ഷെ ഇവിടെ നിന്നിട്ടൊരു ബൈ ഓപ്പർച്യൂണിറ്റി തരുകയാണെങ്കിൽ തന്നെ ഇവിടെ ഒരു കൺഫർമേഷൻ എടുക്കാനുള്ള സാധ്യത ഉണ്ട്. ഇതിന് താഴോട്ടേക്ക് ഇറങ്ങി ഒരു കൺഫർമേഷൻ എടുക്കാനുള്ള സാധ്യത ഉണ്ട്. എന്നിട്ടായിരിക്കും മുകളിലോട്ട് പോവുക. താഴോട്ടേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് കൺഫർമേഷൻ എടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇവിടെ നിന്നിട്ട് നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ബൈ ഓപ്പർച്യൂണിറ്റി ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ക്യാൻഡിലിന്റെ ഹൈ വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന ഏരിയ, അതായത് ഒരുപക്ഷെ ഇവിടെയായിരിക്കാം അല്ലെങ്കിൽ ഇതിന്റെ തൊട്ട് മുകളിലായിരിക്കാം, അവിടെ ക്ലോസ് ചെയ്യുന്ന ഏരിയയിലേക്ക് ടാർഗറ്റ് വെക്കാം. അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതിലാണ്. ഈ ഒരു ക്യാൻഡിലിന്റെ ലോയിൽ വെക്കാം. അതും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ വെക്കാം. മാക്സിമം ഇവിടേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഇറങ്ങിപ്പോരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അവിടെ വരെ വെയിറ്റ് ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ചും US ഓയിലാണ്. US ഓയിൽ ചെറിയ മൊമെന്റ് പോലും വലിയ രീതിയിലുള്ള പ്രോഫിറ്റ് അതുപോലെ തന്നെ ലോസും തരാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കാം. ഇനി നമുക്ക് 1 അവറിലേക്ക് പോയിട്ട് കുറച്ചും കൂടി സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. 1 അവറിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ വരച്ചിരിക്കുന്ന ഇതെല്ലാം കുറച്ചുകൂടി ക്ലിയർ ആവുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇംബാലൻസ് നിന്ന് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി നല്ല രീതിയിലൊന്ന് ക്ലോസ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു റീടെസ്റ്റിന് വേണ്ടിയിട്ടായിരിക്കും ഇപ്പോൾ പോകുന്നത്. അങ്ങനെ റീടെസ്റ്റിന് പോവുകയാണെങ്കിൽ ഏറെക്കുറെ ഇവിടെ എത്തുന്ന സമയത്തായിരിക്കും റീടെസ്റ്റ് സംഭവിക്കുക. എന്തായാലും ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. കളറും ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. ഇപ്പോൾ വരച്ചിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ക്യാൻഡലിന്റെ ഏറെക്കുറെ 50%ലാണ്. മാത്രമല്ല വരച്ചിരിക്കുന്ന ഏരിയയുടെ മുകളിൽ മാർക്കറ്റ് ട്രേഡും ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും അവിടേക്ക് റീടെസ്റ്റ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. എടുക്കുന്ന സമയത്ത് സെൽ എൻട്രി നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിനിമം നിങ്ങൾക്ക് എന്ന് പറയുന്നത് ഇതിന്റെ താഴെ വരെയെങ്കിലും വെക്കാം. ഇതിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ താഴെ നിന്ന് ബ്രേക്ക് ചെയ്താൽ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ താഴെയാണ്. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സപ്പോർട്ട് ഏരിയയിലേക്ക് വരാം. സപ്പോർട്ട് ഏരിയയിലേക്ക് എവിടെന്നെങ്കിലും റിയാക്ഷൻ കിട്ടുകയാണെങ്കിൽ ആ ഒരു ട്രേഡ് ക്ലോസ് ചെയ്യാവുന്നതാണ്. സെൽ എൻട്രി എന്ന് പറയുന്ന കാര്യം ഇതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബൈ എൻട്രി ഇവിടെ നിന്നിട്ട് നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള സാധ്യതയുണ്ട്. വെയിറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് ഇത്രയും വലിയ ക്യാൻഡിൽ റിജക്ഷൻ തന്നതുകൊണ്ട് അതൊരു സപ്പോർട്ട് എടുക്കാൻ തന്നെ മാർക്കറ്റ് താഴോട്ടേക്ക് വരുമെന്ന് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. എന്തായാലും എത്തട്ടെ. ഇനി നമുക്ക് 1 അവറിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത അതേ ഏരിയകൾ തന്നെയാണ്. നോക്കിയാൽ കാണാം. ഇവിടെ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഇംബാലൻസ് ഉള്ള ഏരിയ വരച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയും വരച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്താ വെച്ചാൽ മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോയി പിന്നെ ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റിനാണ് അവിടെ വന്നിരിക്കുന്നത്. ആ റീടെസ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് താഴോട്ടേക്ക് കിട്ടിയിട്ടുണ്ട്. മാർക്കറ്റ് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് നിൽക്കുന്നതെന്ന് തുടക്കം മുതൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനാലിസിസ് ചെയ്യുന്ന ആളുകൾ അതൊന്നും കൂടി പോയി നോക്കുക. പോയിച്ചിട്ട് നോക്കിയതിന് ശേഷം ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെക്കുക. ഇനി 1 അവറിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. ഇതെല്ലാം ഓൾറെഡി 4 അവറിൽ വരച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിൽ വരച്ചു വെച്ചിരിക്കുന്നതാണ്. ഇവിടേക്ക് എത്തുന്ന സമയത്തും വേണമെങ്കിൽ ഒരു റിയാക്ഷൻ നമുക്ക് കിട്ടാവുന്നതാണ്. റിയാക്ഷൻ കിട്ടുകയാണെങ്കിൽ താഴോട്ടേക്ക് വലിയ രീതിയിൽ താഴോട്ടേക്ക് എക്സ്പെക്ട് ചെയ്യരുത്. ഇവിടെ നിന്ന് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തെന്ന് പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാറ്റേണിലേക്ക് മാത്രം ടാർഗറ്റ് വെക്കുക. എന്നിട്ട് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ട്രേഡ് റൂട്ടിന്റെ സ്ട്രാറ്റജി അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അത് ചെറിയ ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് കാര്യമായിട്ട് തന്നെ കിട്ടും. എനിവേ നമുക്ക് 15 മിനിറ്റ്സിലോട്ട് പോയിട്ട് ഒന്നും കൂടി സാധ്യതകളെ കുറിച്ചിട്ട് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ വന്നിട്ടുണ്ട്. അത് ഏറെക്കുറെ അതിന്റെ തൊട്ടടുത്ത് വന്നിട്ടാണ് മാർക്കറ്റ് ഇറങ്ങി പോന്നിരിക്കുന്നത്. എന്തായാലും നമുക്കത് ഹിറ്റ് ചെയ്തിട്ടില്ല. താഴോട്ടേക്ക് ഇറങ്ങി പോന്നിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ 50 മിനിറ്റ്സിലോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്നിട്ടൊരു ബ്രേക്ക് തന്നിട്ടുണ്ടായിരുന്നു മാർക്കറ്റ്. ഈ ഒരു ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി. മുകളിലോട്ട് വളരെ സ്ലോ ആയി പോയി. പക്ഷെ വലിയ കാര്യമായിട്ടുള്ളൊരു മൂവ്മെന്റ് ഒന്നും മാർക്കറ്റ് സ്ലോ ആയിട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷെ കാര്യമായിട്ടൊരു വലിയ മൂവ്മെന്റ് ഒന്നും തരുന്നില്ല.
പ്രത്യേകിച്ച് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വീക്ക്ലി അനാലിസിസിലൊക്കെ പറഞ്ഞ പോലെ വളരെ ക്രൂഷ്യലായ ഒരു ഏരിയയുടെ ഉള്ളിൽ നിന്ന് മുകളിലോട്ടോ താഴോട്ടേക്കോ പോകണ്ട് എന്ന രീതിയിലുള്ള കൺഫ്യൂഷനിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. എനിവേ ട്രേഡ് എടുക്കുന്ന സമയത്ത് നോക്കി കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഇനി 50 മിനിറ്റ്സിലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നുള്ളത് ഒന്നും കൂടി നോക്കാം. 50 മിനിറ്റ്സിലോട്ട് നോക്കുന്ന സമയത്ത് നമുക്കൊരു ചെറിയൊരു ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്. ആ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ട്രെൻഡ് ലൈനിന് വരുന്ന സമയത്താണ്. അല്ലെങ്കിൽ ഈ ഒരു ഏരിയയെ അപ്രോച്ച് ചെയ്യുന്നത് നേരത്തെ വരച്ചിരുന്നു. ഈ പറഞ്ഞ ഏരിയനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സെൽ എൻട്രി ഓപ്പർച്യൂണിറ്റി കിട്ടാം. ആ സെൽ എൻട്രി ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന സമയത്ത് സൂക്ഷിക്കുക. നേരത്തെ പറഞ്ഞിരുന്ന ടാർഗറ്റ് ഇതായിരുന്നു. അതിന് പകരം ഇതിലോട്ട് വയ്ക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇവിടെ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇംബാലൻസിൽ നിന്ന് വന്നിട്ട് മാർക്കറ്റ് ചിലപ്പോൾ ഒന്നുകൂടി മുകളിലോട്ട് പോയിട്ടായിരിക്കാം വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഇവിടെ നിന്നിട്ട് ട്രേഡ് എടുത്ത് ഇതിൻ്റെ താഴോട്ടേക്ക് വരെ വയ്ക്കാനുള്ള ശ്രമം നടത്തുക. മാക്സിമം അതിൻ്റെ താഴോട്ടേക്ക് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. എനിവേ നിങ്ങളെല്ലാവരും ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയതിനു ശേഷം ട്രേഡ് റൂട്ടിൻ്റെ സ്ട്രാറ്റജി പ്രകാരം നിങ്ങൾക്ക് എല്ലാവർക്കും ട്രേഡ് എടുക്കാൻ നോക്കാം. ട്രേഡ് റൂട്ടിൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയുള്ള സ്ട്രാറ്റജിയാണ്. പല രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത സ്ട്രാറ്റജിയാണ്. ഡെയിലി ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായി മനസ്സിലാക്കി നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കുന്നുണ്ട്. അതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിലുള്ള പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് കാണാം. പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസിൽ ഡെയിലി പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ലോസ് ജനറേറ്റ് ചെയ്യുന്ന ആളുകളെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അവരുടെ പെർഫോമൻസിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും കണ്ട് താല്പര്യപ്പെടുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടേണ്ട വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ വീക്ക് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും നോക്കിയും കണ്ടും ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക.